വർഷം തികയുന്നു ഈ സ്നേഹത്തവളിൽ എത്തിയിട്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ തെരുവിലലഞ്ഞ് എന്നെയും കുഞ്ഞുങ്ങളെ ദൈവം ടീച്ചറമ്മയുടെ രൂപത്തിൽ വന്ന് കൈപിടിച്ച് നടത്തി. സന്മനസ്സുള്ള ആ അമ്മയെ ദൈവമേ നീ കാക്കണേ. ശാരദേ, എന്തു പറ്റി? എന്താ നീ കരയുന്നത്? നിനക്ക് സുഖമില്ലേ? ഇല്ല ടീച്ചറമ്മേ, ഒന്നുമില്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുപോയി. ടീച്ചറമ്മ ഞങ്ങൾക്ക് ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ടീച്ചറമ്മ ഇല്ലായിരുന്നെങ്കിൽ. അരുത് ശാരദേ, ദൈവത്തോടൊപ്പം ആരെയും ഉപമിക്കരുത്. ഞാനൊരു സാധാരണ സ്ത്രീ മാത്രം. എന്റെ പൊന്നു തമ്പുരാന്റെ കൽപ്പനകൾ പാലിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരി. എങ്കിലും ടീച്ചറമ്മേ, എങ്ങനെ എപ്പോഴും സന്തോഷവതിയാകാൻ കഴിയുന്നു? എനിക്കറിയാം, അമേരിക്കയിലുള്ള സ്റ്റീഫൻ മോനെയും ലണ്ടനിലുള്ള സ്റ്റെഫി മോളെയും പേരക്കുട്ടികളെയും ഒക്കെ കാണാൻ ടീച്ചറമ്മയ്ക്ക് ആഗ്രഹമുണ്ടെന്ന്. വർഷത്തിൽ ഒരിക്കൽ പോലും ഒന്ന് കാണാൻ പറ്റാതെ ആ ഉള്ള പിടയുന്നുണ്ടെന്ന്. ഹോബിയാണെന്ന് പറഞ്ഞ് ഇപ്പോഴും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതും ടൈലറിംഗ് ജോലി ചെയ്യുന്നതും ഒക്കെ ഈ സ്നേഹത്തലല്ലേ, അന്തേവാസികളെ പോറ്റാനല്ലേ? അന്യമതസ്ഥയായ ഈ പാപിയായ എന്നെ പോറ്റാനല്ലേ? മോളെ, ആരും സഹായിക്കാനില്ലാത്ത, ആരും സ്നേഹിക്കാനില്ലാത്ത ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹത്തിനായിരുന്നു നമ്മുടെ യേശുദേവൻ. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ സമരിയക്കാരി സ്ത്രീയുടെ കഥ? സമരിയക്കാരി സ്ത്രീയെ വിജാതിയെ എന്ന് കരുതി ആ ദേവൻ ഐറ്റം കൽപ്പിച്ചു. പാപിനിയായ സ്ത്രീക്ക് അവൻ മാപ്പ് കൊടുത്തില്ലേ? തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി ജീവൻ പോലും ബലികഴിച്ചില്ലേ? മോളെ, ഇത്രയുമെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ ക്രിസ്തുവിന്റെ അനുയായി എന്ന് വിളിക്കപ്പെടും? ക്രിസ്ത്യാനി എന്ന പേരിന് അർത്ഥമില്ലാതാവില്ലേ മോളെ? ഹോ, സംസാരിച്ച് സമയം പോയി. ഇന്ന് ചർച്ചിൽ ക്രിസ്തുമസ് പ്രോഗ്രാം ഒക്കെ ഉള്ളതല്ലേ? നമുക്ക് പോകണ്ടേ? വേഗം കുഞ്ഞുങ്ങളെ റെഡിയാക്ക്, നമുക്ക് വേഗം പോകണം.